ഇവരുടെ സ്ഥാപനമാണ് ഈ വീട്ടിൽ ഷട്ടർ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എത്ര വർഷമായിട്ട് ഫീൽഡിലുണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയൂ. ഞങ്ങളൊരു 50 വർഷത്തിന് മേലായിട്ട് ഞങ്ങൾ ഈ ഫീൽഡിലുണ്ട്. 50 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബ്രാൻഡ് നെയിമും ചെയ്യുന്ന സർവീസുകളൊക്കെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് ചെമ്മണ്ണൂർ മെറ്റൽസ് എന്നാണ്. നമ്മുടെ സ്ഥാപനം മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉള്ളത് ഗുരുവായൂരാണ്. നമ്മൾ ഓട്ടോമാറ്റിക് ഷട്ടേഴ്സ്, റിമോട്ട് ഗേറ്റ്സ്, അതുപോലെ തന്നെ സ്കൈ റൂഫ് ഓട്ടോമേഷൻസ്, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സും നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയാണുള്ളത് അല്ലേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്ട്, ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണിത്. നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പും എലിവേഷനും നല്ലൊരു ഇന്റീരിയർ ആംബിയൻസ് ഒക്കെ ഉള്ള ഈ ഒരു പ്രൊജക്റ്റിലാണ് ഇവിടെ 2 റൂമുകളിൽ ഇവിടെ ഇതേപോലെ ഷട്ടർ ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്ത പ്രൊഡക്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഷട്ടേഴ്സിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ നിങ്ങൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. എന്തൊക്കെയാണ് ആ ഒരു സ്പെഷ്യാലിറ്റീസ് എന്നുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയും. നമ്മുടെ ഷട്ടേഴ്സ് മൈക്രോ നാനോ CNC പഞ്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഹോൾസ് ഉള്ള ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി തരുന്ന മൈക്രോ നാനോ CNC പഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ചെറിയ ചെറിയ ഹോളുകളുടെ സൈസ് വളരെ ചെറുതായിരിക്കും. സാധാരണ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന 3 mm ആയിരിക്കും. നമ്മുടെ 2.5 mm ആയിരിക്കും. നമ്മുടെ 2.5 mm അത് വളരെ അടുപ്പിച്ചായതുകൊണ്ട് കാണാൻ നല്ല എലഗന്റ് ആണ്. അതുപോലെ തന്നെ അതിന്റെ വിസിബിലിറ്റി സാധാരണ ഫ്രഷ്നെസ്സും കൂടുതൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. അതായത് മുറിക്കകത്തിരുന്നാൽ ഔട്ട്സൈഡുള്ള കാഴ്ചകൾ കൂടുതൽ വിസിബിൾ ആവും എന്നുള്ളതാണ് കാണാം. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്താ, വീട്ടിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കൾ, ഇൻസെക്ട്സുകൾ എന്തെങ്കിലും വരുമോ എന്നുള്ളത്. പല്ലിയോ പഴുതാരയോ ഇനിയൊരു പാമ്പ് തന്നെ വീട്ടിലേക്ക് കയറി വരുമോ എന്നൊക്കെയുള്ള പേടി നമുക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ പറയും പാമ്പ് വരും, അല്ലെങ്കിൽ മറ്റ് ജന്തുക്കൾ വരും, ഇഴജന്തുക്കൾ വരും. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഇതിൽ എന്ത് സേഫ്റ്റി മെഷേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ സൈഡ് ട്രാക്കിൽ നേരത്തെ പറഞ്ഞ പോലെ റബ്ബർ സീൽസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഷട്ടറിന്റെ സ്ക്രീനിൽ എയർ ടൈറ്റ് ആയിട്ട് നിർത്താൻ അത് സൈഡ് ട്രാക്കിലുള്ള റബ്ബർ സീൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 സൈഡിൽ സീൽഡ് ആണ്. അതുപോലെ തന്നെ ബോട്ടം പ്ലേറ്റിൽ നമ്മൾ റബ്ബർ സീൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എയർ ടൈറ്റ് ആയിട്ട് അവിടെ ജാമ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ലോങ് ലാസ്റ്റിംഗ് ആണ്, വെതർ പ്രൂഫ് ആണ്. ഇറ്റാലിയൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള റബ്ബർ സീൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ നമ്മൾ സ്ക്രീനിന്റെ സൈഡിൽ ഗ്രീസിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈലോൺ സ്ട്രിപ്പും അതുപോലെ തന്നെ എൻഡ് ക്യാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഷട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റെഗുലർ ആയിട്ട് നമ്മൾ സൈഡിൽ ഗ്രീസ് ഒന്നും ഒഴിച്ചു കൊടുക്കണം അങ്ങനെ വേണ്ട. നമ്മൾ ഒരു 15 വർഷം സീറോ മെയിൻ്റനൻസ് കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒരിക്കലും വെച്ച് കഴിഞ്ഞാൽ 15 വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതാണ്. അതായത് ഇടയ്ക്ക് നിങ്ങൾ ഷട്ടറിൽ ഗ്രീസ് ഒഴിച്ചു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വന്ന് ഈ ഒരു ഗ്രീസിൽ പിടിച്ച് പിന്നെ കർട്ടനിലൊന്ന് ഉരച്ച് വീടിന്റെ ഇന്റീരിയർ നശിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാവില്ല. നിങ്ങൾ എന്താ കൊടുത്തിരിക്കുന്നത്? അവിടെ നൈലോൺ സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് എൻഡ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കാനുള്ള വേറൊരു വിഷയമാണ് ഈ മോട്ടറിന്റെ കപ്പാസിറ്റിയെ കുറിച്ച്. ഈ മോട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വെയിറ്റ്, ടോട്ടൽ വെയിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്ന മോട്ടർ വർക്ക് ചെയ്യുക അല്ലേ? തീർച്ചയായിട്ടും. ഇത് നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം, അതേപോലെ സ്വിച്ചിൽ വർക്ക് ചെയ്യാം, മാനുവൽ ഓവർ ഡ്രൈവ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഇൻവെർട്ടറിൽ സപ്പോർട്ട് ആയിട്ട് വർക്ക് ചെയ്യും, ഇൻവെർട്ടറിൽ സപ്പോർട്ട് ചെയ്ത് വർക്ക് ചെയ്യും. അതുകൂടാതെ നമുക്ക് വൈഫൈ മോഡ് വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ മെഷീൻസേ അത് പല ഗ്രേഡിലൊക്കെ പല ക്വാളിറ്റിയിലൊക്കെ മെഷീൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് 2000 കിലോ വരെ കപ്പാസിറ്റി ഉള്ള മോട്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഹൈ ഗ്രേഡ് ഉള്ള കപ്പാസിറ്റി ഉള്ള മോട്ടേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സീറോ മെയിൻ്റനൻസ് കൺസെപ്റ്റിലേക്ക് കൊണ്ടുവെത്തിക്കാൻ പറ്റുന്നത്. യെസ്, അതായത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ വെക്കുന്ന സമയത്ത് മെയിൻ്റനൻസ് അത്രയും നമുക്ക് കുറഞ്ഞു കിട്ടും. കുറച്ച് കാശ് കൂടുതലാണെങ്കിലും കുറച്ചും കൂടി നല്ല ക്വാളിറ്റി മോട്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പം ഓരോരുത്തരുടെയും റിക്വയർമെന്റ് ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളായിരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് വീടിനകത്തേക്ക് ഇൻസെക്ട്സുകൾ ഒന്നും കയറാത്ത രീതിയിലുള്ളതായിരിക്കും വേണ്ടി വരും. ചില ആളുകൾക്ക് ഷട്ടർ താഴ്ത്തിയിരിക്കണം, എന്നാലും വെളിയിലുള്ള കാറ്റൊക്കെ നല്ലപോലെ വീടിനകത്തേക്ക് വരണം എന്നുള്ളതായിരിക്കും. ചില ആളുകൾക്ക് വളരെ വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക, അവിടെ നമുക്ക് ഷട്ടർ കൊണ്ടുവെക്കേണ്ടതായിട്ട് വരും. ഇതിന് സൈസ് ലിമിറ്റേഷൻസ് എന്തെങ്കിലും നിങ്ങൾ പറയുന്നത്? നമുക്ക് സൈസ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല. നമ്മൾ ഓൾറെഡി 18 മീറ്റർ വരെ നമ്മൾ ഷട്ടർ ചെയ്തിട്ടുണ്ട്. 18 മീറ്റർ വരെ നമ്മൾ ഷട്ടർ ചെയ്തിട്ടുണ്ട്. ഓ ശരി. അപ്പോൾ അതിനും കൂടുതലുണ്ടെങ്കിൽ നമുക്കത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് കൂടെ ചെയ്യണം. 18 മീറ്റർ എന്ന് പറഞ്ഞാൽ 60 അടി ആട്ടോ, 60 ഫീറ്റ് ആണ് വരുന്നത്. ഹൈറ്റിന്റെ കാര്യത്തിലേക്ക് ഹൈറ്റിലും നമുക്ക് ഈ പറയുന്ന പോലെ ലിമിറ്റ് ഇല്ല. 10 ഫീറ്റ് ആണെങ്കിലും 20 ഫീറ്റ് ആണെങ്കിലും 30 ഫീറ്റ് ആണെങ്കിലും 40 ഫീറ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാം. ഈ മോട്ടറിന്റെ കപ്പാസിറ്റി ഇങ്ങനെ മാറിക്കിരിക്കും. തീർച്ചയായിട്ടും. നമുക്ക് 2000 കിലോ കപ്പാസിറ്റി
കപ്പാസിറ്റി ഉള്ള മോട്ടേഴ്സ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും ബ്രോഷേഴ്സും ഒക്കെ ആളുകൾക്ക് അയച്ചു കൊടുക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല ഇവരെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്പർ, ഇവരുടെ ഓഫീസിന്റെ ഡീറ്റെയിൽസ്, മറ്റ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കാണാം. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഷട്ടർ ഓട്ടോമേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ചെമ്മണ്ണൂർ മെറ്റൽസ് നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ.